ഇത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം നിങ്ങളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, ഈ പാർസൽ ട്രേയുടെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വാഹനത്തിൽ പാർസൽ ട്രേ കാണാതിരിക്കാം. ഇനി ഉള്ളവരിതൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ ഒരു 7 ഇയേഴ്സ് കൊണ്ട് എനിക്കിതിനകത്ത് മേജറായിട്ട് വന്നിരിക്കുന്ന റീപ്ലേസ്മെൻ്റ് എന്ന് പറയാനാണെങ്കിൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫോൾഡബിൾ കിട്ടുന്നുണ്ട്. ചുമ്മാതെയാണ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ട് മാരുതി 800 ആയിരുന്നു. അപ്പോൾ 800 നമുക്ക് എനിക്ക് ഇപ്പം നമുക്കെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീറിങ്ങിൽ ഒന്ന് പാട്ടൊക്കെ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ഭയങ്കര കൊതിയായിരുന്നു. വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന മാരുതി എന്ന് തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് തീർക്കാൻ പറ്റും. എന്നാൽ പല കമ്പനീസും ഈ തുടച്ച തുണിയിട്ട് തന്നെ പിന്നെയും തുടച്ച് വരുമ്പോഴത്തേക്കും ഈ പെയിൻറ്റിൻ്റെ പുറത്ത് വരുന്ന ക്ലിയർ കോട്ടയിൽ ഉറപ്പായിട്ടും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം വാഹനമാണ്. കാരണം പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, രാകേഷ് യൂസ് ചെയ്യുന്ന വാഹനം ഏതാണ്, അല്ലെങ്കിൽ രാകേഷ് കഴിഞ്ഞ ദിവസം ഒരു വാഹനം ഫോട്ടോ ഇട്ടായിരുന്നല്ലോ, അതാണോ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പലരും പലതും ചോദിക്കാറുണ്ട്. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ വാഹനം, അതായത് എൻ്റെ സെലീറിയോ. പലർക്കും പഴയ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ സെലീറിയോയെക്കുറിച്ച്. കാരണം ഒരുപാട് വീഡിയോസ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന എന്തെങ്കിലും രാകേഷ് എം ജി എന്നുള്ളൊരു പേര്, അഥവാ MG എക്സ്പ്ലോർ എന്നൊരു പേരിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ സെലീറിയോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല, വലുത് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഈ ഒരു വാഹനം കാണിക്കാൻ തന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നേക്ക് 7 വർഷമായി. കറക്റ്റ് ഞാൻ ഈ വാഹനം എടുക്കുന്ന 2019 ജാനുവരി 6-ാം തീയതിയായിരുന്നു. അപ്പോൾ ഇന്നേക്ക് കൃത്യം 7 വർഷം. ഈ ഒരു 7 വർഷം ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും, എന്തുകൊണ്ട് ഞാൻ സെലീറിയോ എടുത്തു, സെലീറിയോയുടെ മൈലേജ് എനിക്ക് കിട്ടുന്നത് എത്രയാണ്, ഞാൻ ഈ വാഹനം ഉടനെ കൊടുത്ത് വേറെ പുതിയ വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറച്ച് ടെക്നിക്കൽ സൈഡും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സെലീറിയോ എന്നൊരു വാഹനം എന്നാണ് ആദ്യം ലോഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ 2014 ആദ്യം 2014 ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് AMT ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സെലീറിയോയിലായിരുന്നു. അപ്പോൾ AMT ശരിക്കും ഒരു തരംഗമാകുന്ന, അല്ലെങ്കിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു വാഹനം സെലീറിയോ തന്നെയായിരുന്നു. അതിനുശേഷം തൊട്ടാണ് ഓരോ മാനുഫാക്ചേഴ്സും AMTയെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു വാഹനം കൺസ്ട്രക്റ്റ് ചെയ്യാനും ഓരോരുത്തർക്കും ഓട്ടോമാറ്റിക് വാഹനം എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയ ഈ ഒരു വാഹനത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ സെലീറിയോ എന്ന് പറയുന്ന ഒരു വാഹനം ശരിക്കും ഒരു വിപ്ലവം തന്നെയായിരുന്നു. ഇനി ഈ മോഡൽ, അതായത് ഞാൻ ഈ എടുത്തിരിക്കുന്ന 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് ലിഫ്റ്റ് ആയിരുന്നു. ആദ്യത്തെ 2014 ഇറങ്ങിയതിന് ശേഷമുള്ളൊരു ഫേസ് ലിഫ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഏകദേശം 2017 അവസാനം 18 ഈ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നത്. ഈ ഒരു ഫേസ് ലിഫ്റ്റ് ഏകദേശം 2020 വരെ ഉള്ളുമായിരുന്നു. 2020 കഴിഞ്ഞപ്പോഴേക്കും പുതിയ ജനറേഷൻ തന്നെ, അതായത് ന്യൂ ജെൻ സെലീറിയോ ഇറങ്ങിയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് മാത്രം പറയാൻ പറ്റത്തുള്ളായിരുന്നു. ബാക്കിയുള്ള എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു. എന്നാൽ ഫേസ് ലിഫ്റ്റ് അല്ലാതെ ന്യൂ ജനറേഷൻ വന്നപ്പോഴേക്കും ഇതിൻ്റെ കംപ്ലീറ്റ്, അതായത് എൻജിൻ ഉൾപ്പെടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ അതും 1 ലിറ്റർ തന്നെയാണ്, ഇതും 1 ലിറ്ററാണ്. അതായത് 998 ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി, അതായത് CC വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻഷുറൻസിൻ്റെ കാര്യമാണെങ്കിലും ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഗുണമുണ്ട്. അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യം, നല്ല രീതിക്ക് മൈലേജും ഗുണമുണ്ട്. ഇപ്പം ആദ്യത്തെ മോഡൽ നോക്കിയാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവും ഇതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ, ഈ ഫ്രണ്ടും താഴത്തെ ഗ്രില്ലും ഈ ഒരു ഡിസൈനും ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ആദ്യത്തെ സെലീറിയോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ ഈ ഒരു ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ടോർക്ക് ബ്ലൂ കളർ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കളർ ഫസ്റ്റ് ജെന്നിലില്ലായിരുന്നു. സെക്കൻഡ് ജെന്നിൽ വന്നപ്പോഴേക്കുമാണ് ഈ ഒരു ടോർക്ക് ബ്ലൂ കളർ എന്ന് പറഞ്ഞൊരു കളർ വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഈ ഒരു കളർ തന്നെ വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ തപ്പിയപ്പം അന്നേരം ഈ ഒരു കളർ കിട്ടാൻ ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു. കാരണം ഇതാരും ഈ ഒരു കളർ ഓപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് വെയിറ്റ് ചെയ്ത് ഒക്കെയാണ് ഞാൻ ഈ ഒരു വാഹനം വാങ്ങാൻ തന്നെ ഉള്ളൊരു കാര്യം. അത് വാങ്ങാനുള്ള കാര്യങ്ങളിൽ വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. അന്ന് ZXi ആയിരുന്നു ഞാൻ വാങ്ങിയത്. അന്ന് ZXi ഓപ്ഷനിലും കൂടെ ഉണ്ടായിരുന്നു. ഓപ്ഷനിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് അലോയ് വീലും കിട്ടുമായിരുന്നു, ഡ്യുവൽ എയർ ബാഗും വരുന്നുണ്ടായിരുന്നു, ABSും കിട്ടുമായിരുന്നു. ഈ 3 കാര്യങ്ങളോട് നമുക്കിപ്പോൾ അത്രയും കൂടെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ വാഹനം എടുക്കുന്ന സമയമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കയ്യിൽ വലിയ പൈസയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉള്ളതൊക്കെ കൂടെ നുള്ളിപ്പെറുക്കി ഞാനിതിനിടയ്ക്ക് ഒരു മാരുതി 800 എടുത്തിട്ടുണ്ടായിരുന്നു, 2003 MB-FI മോഡൽ. ആ ഒരു വാഹനം കൊടുത്ത്, ആ ഒരു വാഹനം എനിക്ക് തോന്നുന്നു ഒരു 55 രൂപയോളം ആ വാഹനത്തിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ വെച്ച് ഒരു 7 വർഷത്തെ ലോൺ ഇട്ടാണ് ഈ വാഹനം എടുക്കുന്നത്. അങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ, അതായത് ഒരുപാട് ആഗ്രഹിച്ച് എടുത്തൊരു വാഹനമാണ്. സൈസ് അതൊരു വലിയ കൺസേൺ ആണ്. കാരണം ചെറിയൊരു സൈസാണ് ഈ വാഹനം, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. അകത്തെ സ്പേസ് നോക്കാനാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ
എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ വൈസ് തന്നെയാണ്. ഇപ്പം നമുക്ക് ഫ്രണ്ടിലത്തെ ഈ ഒരു ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഗ്രില്ലിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറിയപ്പോഴേക്കും ഇതൊരു ഗുമ്മൻ വാഹനമായി. കാരണം പഴയ ഡിസൈൻ നിങ്ങൾക്ക് പലർക്കും അറിയാം, ആ ഡിസൈൻ കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുപോലെ ഈ വാഹനത്തിൽ ഞാൻ വലിയ കാര്യമായിട്ടുള്ള അപ്ഗ്രഡേഷൻ ഒന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം വേണ്ട ഹെഡ്ലൈറ്റിൻ്റെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് LED ആണ്. ഞാൻ മിക്ക വീഡിയോസിലും ചെയ്യുന്ന പോലെ ക്രോസ് ലിങ്ക് വീൽസിൻ്റെ തന്നെയാണ് പാർക്ക് ലൈറ്റ്. ഇൻഡിക്കേറ്റർ ഇവിടെ ഞാൻ മാറ്റിയിട്ടില്ല, അത് വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ഈ ഡിഫറൻസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടായിരുന്നു. ഇവിടെ ഞാൻ LED ഇൻഡിക്കേറ്ററാണ് ഇട്ടിരിക്കുന്നത്, പാർക്ക് LED. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കപ്പോൾ 2 ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവും LED-യും നോർമൽ ഹാലജനും തമ്മിലുള്ള വ്യത്യാസം. അതായത് റൈറ്റ് സൈഡിൽ വരുന്ന LED ആണ്. ഇപ്പോൾ LED-യുടെ ഒരു വെട്ടവും നമ്മുടെ ഹാലജൻ്റെ വെട്ടവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഒട്ടും തന്നെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലെ കാണാൻ സാധിക്കില്ല. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. പിന്നെ എൻ്റെ വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും പരീക്ഷണം നടത്തുന്നതും ഓരോ കാര്യങ്ങളും, കാരണം ഞാൻ ഒരു സാധനം പോലും അല്ലെങ്കിൽ ഒരു കാര്യം പോലും ആരോടും വന്നിട്ട് വെറുതെ ഇത് ചെയ്താൽ റെഡിയാവും അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ നല്ലതാണെന്ന് വെറുതെ പറയാറില്ല. യൂസ് ചെയ്ത് നോക്കി കൺഫേം ആക്കി എനിക്ക് തൃപ്തിയായെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾക്ക് ഞാനതൊരു വീഡിയോ ആയിട്ട് ഇടാറുള്ളൂ. അതിപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും പാർക്ക് ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും ഫോഗ് ലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും ഏതൊരു കാര്യം. ഇപ്പം ഡാഷ് ക്യാം നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ 2 ഡാഷ് ക്യാംസ് എൻ്റെ വാഹനത്തിലുണ്ട്. ഇനിയും ഒരു 2-3 ടൈപ്പും കൂടെ വന്നിട്ടുണ്ട്. അതെല്ലാം പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. ഓരോന്നും പരീക്ഷണം നടത്തി കുറച്ച് നാൾ യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഞാനത് വീഡിയോസ് ചെയ്യാറുള്ളൂ. ഏതായാലും ഫ്രണ്ട് വൈസ് ഓക്കെ. ഇനി നമുക്ക് ഈ സൈഡിലോട്ടൊന്ന് വരാം. ഈ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആദ്യം ചെയ്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ടയർ മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിലെ ടയർ തന്നെയാണ്. ഇപ്പം ഈ വാഹനം ഓടിയിരിക്കുന്ന 64,000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് 7 വർഷം കൊണ്ട്. അതൊരു ചെറിയൊരു കിലോമീറ്റർ അല്ല, ഒരു നോർമൽ ഡ്രൈവ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ടയറിൻ്റെ സൈസ് വരുന്നത് 165/70/6/14 വരുന്നത്. ടയർ നിലവിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിരുന്ന ടയറിന് ഒരു കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലെന്നല്ല, ചെറിയ രീതിക്ക് ക്രാക്ക് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ക്രാക്ക് വന്നുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാനുള്ളത് ത്രെഡ് ഇനിയും ഉണ്ടായിരുന്നു. എന്നാലും ക്രാക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്ന പോലെ 5 വർഷമായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ടയർ യൂസ് ചെയ്യരുത്. കാരണം നമ്മുടെ ലൈഫിന് വരെ പ്രശ്നമാണ്. കാരണം ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ടയർ തന്നെയാണ്. കാരണം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ടയർ ഓക്കെ ആണെങ്കിലേ പറ്റത്തുള്ളൂ. ടയർ മൊട്ടയാണെങ്കിൽ സ്കിഡായിപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിപ്പം ABS ഉള്ളൊരു വാഹനമാണെങ്കിലും ടയർ സ്കിഡാകത്തില്ലായിരിക്കും, പക്ഷേ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. SRXi+ ആയതുകൊണ്ട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. ഫോൾഡബിൾ മിറേഴ്സ് അല്ല, കാരണം ഈ ഒരു മോഡലിന് ഫോൾഡബിൾ അവൈലബിൾ അല്ലായിരുന്നു. ജസ്റ്റ് ഇൻസൈഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഇത് പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്. ഇത് നമുക്ക് ബാക്ക് സൈഡിൽ, അതായത് അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് പുറകിൽ നിന്നും വാഹനമോ ആൾക്കാരോ നടന്നു വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. എന്നിട്ട് ഈ ഡോറ് തുറന്ന് ഇറങ്ങാൻ സാധിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലോട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട് മിറർ ഉണ്ടായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് മാറ്റിയതാണ്. ലെഫ്റ്റ് സൈഡിലൊന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഊരിയപ്പം ഒരെണ്ണം മാത്രം വൃത്തികേടായിട്ട് ഇരിക്കേണ്ടത് വിചാരിച്ചത് ഊരി ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ഫിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിലത്തെ പോർഷനും പറയത്തക്ക വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ആ ബാഡ്ജിങ് എല്ലാം എടുത്തൊന്ന് കളഞ്ഞു. കാരണം സെലീറിയോന്നും SRXi പണ്ടൊക്കെ SRXi എന്നൊക്കെയുള്ളൊരു ബാഡ്ജിങ് ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി. ഇത്ര ഒരു പോർഷനും ബമ്പറിൻ്റെ ഈ ഒരു അഡീഷണൽ ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ജനറേഷൻ ചേഞ്ചിൽ വന്നപ്പോൾ, നെക്സ്റ്റ് ജെൻ വന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു മാറ്റങ്ങൾ. അതായത് ഫേസ് ലിഫ്റ്റ് വന്നപ്പോഴാണ് ഈ ഒരു പോർഷൻ്റെ ഡിസൈനും ഈ ഒരു ഡിസൈനും അഡീഷണലായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ SRXi+ ആയതുകൊണ്ട് ഡീഫോഗറും വൈപ്പറും ഇൻബിൽറ്റ് ഇതിൽ വരുന്നുണ്ട്. പാർസൽ ട്രേ, ഈ പാർസൽ ട്രേയുടെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വാഹനത്തിൽ പാർസൽ ട്രേ കാണാതിരിക്കാം. ഇനി ഉള്ളവരിതൊന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ 2 സൈഡിലും 2 റബ്ബർ കട്ടകൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത് പുറത്തോട്ട് ഊരി വെച്ച സമയത്ത് എവിടെയോ തട്ടി ഇത് രണ്ടും പൊട്ടിപ്പോയി. അപ്പം എന്തിനാണ് റബ്ബർ കട്ട വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡോറിൻ്റെ ഈ പോർഷൻ ഇവിടെ വന്ന് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിങ്ങനെ പ്രസ് ചെയ്തിരിക്കുമ്പോൾ ഇത് അനങ്ങാതിരുന്നോളൂ. ഇപ്പോഴത്തെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് സൈഡാണ്. അപ്പോൾ നിങ്ങളും കൂടെ മനസ്സിലാക്കുക, ഇത് പൊട്ടിപ്പോയതുകൊണ്ടാണ്. ഓക്കെ, സ്പെയർ ടയർ വരുന്നത് സെയിം സ്പെയർ ടയർ തന്നെയാണ് വരുന്നത്. പിന്നെ ജാക്കും ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. കാരണം നിങ്ങളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ എടുക്കുമ്പോൾ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റ് ഉള്ള വാഹനം തന്നെ എടുക്കുക. കാരണം
ഇപ്പം നമ്മൾ ഓർക്കുമ്പോൾ എന്തിനാ ഇത് ഇതിനൊക്കെ ചുമ്മാ പറയുന്നത് അല്ല. നിങ്ങളിപ്പോൾ ഒരു വാഹനം എടുക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു 2 വർഷമോ 3 വർഷത്തേക്കോ അല്ല, ഒരു ലൈഫ് ടൈമൊക്കെ നോക്കിയാണ് പലരും എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വലിയ ലഗേജോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സീറ്റ്, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സീറ്റ് മടക്കി അവർക്ക് ഇവിടെ ഇരിക്കാനും സാധിക്കും. ഇത്രയും മടക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്ന ഫുള്ള് ഫോൾഡ് ചെയ്യാത്ത ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ലോഡ് നമുക്ക് ലഗേജ് അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ മാറ്റി വയ്ക്കാൻ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉള്ള വാഹനം തന്നെ എടുക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ബ്രേക്ക് ബൾബും പാർക്ക് ബൾബും ഇത് LED തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഇൻഡിക്കേറ്റർ LED ആണ്, റിവേഴ്സ് ബൾബ് LED ആണ്. കാരണം പലരും ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് റിവേഴ്സ് എടുക്കുമ്പോൾ വെട്ടമില്ലെന്നുള്ളത്. പക്ഷേ ഈ വാഹനത്തിൽ ആ ഒരു പ്രശ്നം ഒരിക്കലും ഫേസ് ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ റിവേഴ്സ് ലൈറ്റിൻ്റെ വെട്ടം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക റിവേഴ്സ് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് രാത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടുവായിട്ട്. കാരണം ഞാനും പേഴ്സണലായിട്ട് ഒരുപാട് ഫേസ് ചെയ്തൊരു പ്രശ്നമാണ് റിവേഴ്സിൻ്റെ വെട്ടമില്ല. ഇത് എനിക്ക് ഈ ഒരു മോഡലാക്കിയതിന് ശേഷം ഇന്നേ വരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. കാരണം റിവേഴ്സ് ക്യാമറ ഇല്ലായിരുന്നു ഞാൻ ആദ്യം ഈ വാഹനം എടുക്കുന്ന സമയത്ത്. ഇപ്പോഴും ഞാൻ റിവേഴ്സ് ക്യാമറ ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുക. ഓരോ പരീക്ഷ നടത്തുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പം അതിനുവേണ്ടി ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല കിടലനായിട്ട് രാത്രി കാണാൻ സാധിക്കും. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഓക്കെ, അപ്പം ബാക്കിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. അതുപോലെ ഒരു 7 ഇയേഴ്സ് കൊണ്ട് എനിക്കിതിനകത്ത് മേജറായിട്ട് വന്നിരിക്കുന്ന റീപ്ലേസ്മെൻ്റ് എന്ന് പറയാനാണെങ്കിൽ റേഡിയേറ്റർ ഫാൻ ഞാൻ ഈ വാഹനത്തിൻ്റെ കഴിഞ്ഞ ദിവസം ഒന്ന് മാറിയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഓവർ ഹീറ്റിൻ്റെ ലൈറ്റും കാണിച്ചു, ചെറിയ വൈബ്രേഷൻ കൂടുതലും വന്നു. അങ്ങനെ വാഹനം ഒന്ന് സൈഡിലോട്ട് ഒതുക്കി നോക്കിയപ്പോഴേക്കും ഫാൻ കറങ്ങുന്നില്ല, ഒന്ന് തട്ടി വിട്ടുമ്പോൾ കറങ്ങി. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞ് ഏജിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ഇങ്ങനെ വരുന്ന കംപ്ലയിൻസ് ഒക്കെ അന്നേരം മാറ്റി വിടുക, റിപ്പയർ ചെയ്യാൻ നിൽക്കരുത്. ആ ഒരു പോർഷനൊക്കെ മാറ്റി വിട്ടോണം. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറാം. ഓക്കെ, അപ്പോൾ വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് ഇതിൽ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ഇതിൻ്റെ കളർ തീം തന്നെയാണ്. ഈ ബ്ലാക്ക് ആൻഡ് ബീജ് കളർ അല്ല, ഇത് കുറച്ചുകൂടെ വൈറ്റിഷ് ചേർന്നൊരു കളറാണ്. അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെളി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് വീട്ടിൽ 3 പിള്ളേരുണ്ട്. അപ്പോൾ ഈ 3 പിള്ളേരും അമ്മയും കൂടെ കൂടുമ്പോഴത്തേക്കും മൊത്തം കുളമാവും, അറിയാമല്ലോ. കാരണം പിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചും ഡോർ പാഡിലൊക്കെ കയറി നിന്നും ഇതിൻ്റെ പുറത്തൊക്കെ കയറി പിടിച്ചുമൊക്കെ കുളമാക്കും ഒരു സ്വഭാവമുള്ളത്. പിള്ളേരുടെ എല്ലാം കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. അപ്പം വാഹനം നമ്മൾ എങ്ങനെ നന്നായിട്ട് കൊണ്ട് നടന്നെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. അന്നത്തെ അതായത് 2019 തന്നെ XI ആയതുകൊണ്ട് തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾഡബിൾ കിട്ടുന്നുണ്ട്. ചുമ്മാതെയാണ്, ഇത് കിട്ടുന്നില്ല കേട്ടോ. ഇത് ഞാൻ അഡീഷണലായിട്ട് ചുമ്മാ വെച്ച് നോക്കിയാണ്, വേറൊരു പർപ്പസ്. അതായത് അടുത്തൊരു പരീക്ഷണം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഒറിജിനൽ സ്വിച്ച് തന്നെയാണ്, കമ്പനി ഒറിജിനൽ സ്വിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ലോക്ക് അൺലോക്ക്, പവർ വിൻഡോസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡ്രൈവർ സൈഡ് ഓട്ടോ ഡൗൺ മാത്രം വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാം 1 ടച്ച് പ്രസ് ചെയ്താൽ മാത്രം അപ്പ് ആൻഡ് ഡൗൺ ആകുന്ന മോഡൽ. സ്പീക്കേഴ്സ് എല്ലാം മാരുതിയുടെ സ്പീക്കർ തന്നെയാണ്, ഒന്നും അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. ആസിറ്റീസ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച്, ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച്, ഇതൊരു അഡീഷണലായിട്ട് ഞാനൊരു റിവേഴ്സ് ഫ്രണ്ടിലെ സെൻസർ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ സ്വിച്ച്. അത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ വലിയ സംഭവം ഒന്നും പറയില്ല, വളരെ മിനിമലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ കിലോമീറ്റർ 64,000. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ കഴിവതും പറ്റുമെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് തന്നെ ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണല്ലോ മൈലേജൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊന്നും അടുത്ത ഫ്യൂവൽ സ്റ്റേഷനിലോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം പറയാനുള്ളത്. പിന്നെ ഇത് ഡ്രൈവർ സൈഡ് എയർ ബാഗാണ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിച്ചസ്, നമുക്കിവിടെ ഫോണിൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ യൂസ് ചെയ്തിട്ട് മാരുതി 800 ആയിരുന്നു. അപ്പോൾ 800 എനിക്ക് ഇപ്പം നമുക്കെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിങ്ങിൽ ഒന്ന് പാട്ടൊക്കെ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ഭയങ്കര ഒരു കൊതിയായിരുന്നു. അപ്പോൾ ആദ്യം ഈ സെലീറിയോ 2019 ഞാനിങ്ങനെ ഈ വാഹനം ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കുന്നത് വോളിയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതൊന്നും അല്ലായിരുന്നു, നമ്മുടെ നോർമലായിട്ട് വരുന്ന സാധാ നോബൊക്കെ ഉള്ള മോഡൽ ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട്. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തൊട്ടൊക്കെ ആയിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ വാഹനത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 5ാമത്തെ വർഷം തൊട്ടെങ്ങാണ്ട്, എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ മാറുന്ന ഈ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഒരു കൊതിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വോളിയം കൂട്ടുക, കുറയ്ക്കുക, അടുത്ത പാട്ടെടുക്കുക, ഇത് അനുഭവിച്ച ആൾക്കാർക്ക്, അത് ഞാൻ ഈ പറയുന്നൊരു കാര്യം മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം ഞാൻ മാരുതി കയറിയപ്പോഴാണെങ്കിൽ ഇതുപോലത്തെ വാഹനം കാണുമ്പോൾ നമുക്കൊരു കൊതിയാണ്.
അപ്പോൾ ആ ഒരു കൊതി ശരിക്കും പറഞ്ഞാൽ ഈ സെലീറിയോയിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. അല്ലെങ്കിൽ സെലീറിയോ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. പിന്നെ ഈ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്, ടെലിസ്കോപ്പിക്ക് വരുന്നില്ല. അതുപോലെ തന്നെ 3D മാറ്റ്, അന്നത്തെ മാറ്റ് തന്നെയാണ്, ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ്. AC കൺട്രോൾസ് എല്ലാം നോർമൽ നമുക്ക് കിട്ടുന്നതെല്ലാം മാനുവൽ കൺട്രോൾസ് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഡീഫോഗേഴ്സിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. ഇതൊക്കെ അന്നത്തെ ഇന്നും വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു. ലൈറ്റെല്ലാം LEDs ആക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാഹനത്തിൽ എല്ലാ ലൈറ്റുകളും നമ്മൾ ചേഞ്ച് ചെയ്ത് LED ആക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് കംഫോർട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ ഒരു കംഫോർട്ട് വെച്ച് പറയുകയാണ് ഒരു രക്ഷയില്ല. എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് വളരെ കംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് സെലീറിയോ. ലോങ് ഡ്രൈവ് ഒക്കെ ആയിക്കോട്ടെ, ഞാനിപ്പം ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി എന്ന് പറയാനില്ല, ബാംഗ്ലൂരൊക്കെ ഇപ്പം ഞാനൊരു ഒറ്റ സ്ട്രെച്ചിന് തന്നെ ഞാൻ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ ഒരു 600-670 കിലോമീറ്ററൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പോയിട്ടുണ്ട്. കിടു അത്രയൊന്നും വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും തോന്നത്തില്ല. ഫ്രണ്ട് ഇരുന്ന് ഡ്രൈവ് ചെയ്യും, ബാക്കി ഇരിക്കുമ്പോഴും വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് പലരും പറഞ്ഞുള്ള എക്സ്പീരിയൻസ്. കാരണം ഞാൻ പേഴ്സണലായിട്ട് ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് എന്ന് കൈവിടത്തില്ല. അതെൻ്റെ ഒരു ശീലമാണ്. ഇത് വേറെ ആർക്കും ഓടിക്കാൻ കൊടുത്തിട്ടുമില്ല. അതെന്താ പറയുന്നത്, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം ഈ വാഹനം ഞാൻ തന്നെ ഓടിക്കണം. ഇനി നാളെ എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ എപ്പോഴും പറയുന്നത് അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ തന്നെ ഓടിക്കും. 64,000 കിലോമീറ്ററിലും എനിക്ക് തോന്നുന്നു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ ചിലപ്പോൾ ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നല്ലാതെ സർവീസ് കഴിഞ്ഞിട്ട് പോലും ഞാൻ തന്നെ ഓടിച്ചു നോക്കും എൻ്റെ വാഹനത്തിന് എന്ത് കുഴപ്പമുണ്ടെന്നുള്ള ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലേക്ക് കൂടെ തിരിഞ്ഞ് നോക്കിയല്ലോ. വാ. ഓക്കെ, അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്ന കാര്യം ഗ്ലോ ബോക്സ്. ഒരിക്കലും കാലിലോട്ട് തട്ടില്ല. മാരുതിയുടെ ഏറ്റവും വലിയൊരു ഗുണമാണ്. ഞാൻ പൊക്കി പറയുന്നതൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ 10 വർഷം മാരുതി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ഈ 10 വർഷം കൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ചെറുതൊന്നുമല്ല. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാരുതി എന്തിന് ഇത്രയും കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് എൻ്റെ ഞാൻ ചുമ്മാ ചോദിക്കുന്ന ഒരു കാര്യമല്ല. ഒരു കസ്റ്റമർക്ക് ഏറ്റവും മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ മാരുതി നോക്കും. അതുകൊണ്ട് തന്നെ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന മാരുതി എന്ന് തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് പെട്ടെന്ന് തീർക്കാൻ പറ്റും. എന്നാൽ പല കമ്പനീസും, പേരേതൊന്നും ഞാൻ പറയുന്നില്ല, സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ കുറവാണ്. നിങ്ങൾക്കും അറിയാമായിരിക്കും. മനസ്സിലായവർ ചെറിയ മനസ്സിലായവർ കമൻറ്റ് ഇടുക എന്നേ ഞാൻ പറയത്തുള്ളൂ. അതായത് ഒരു വാഹനം എടുക്കുന്ന സമയത്ത് വാഹനത്തിന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സർവീസ് സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതാണ് ആ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സർവീസ് സൈഡ് പക്കയായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് വാഹനം വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഫോർഡ് നല്ല വാഹനമാണ്. സർവീസ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ, ഇപ്പം കിട്ടുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പ്രോപ്പറായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ എത്ര ബ്രാൻഡുകൾ. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ ബ്രാൻഡ് ഇതൊന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കിയെടുത്തോളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു ആംറസ്റ്റ് പണ്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് റീസെൻ്റായിട്ട് പോയി. ഞാനിപ്പം ഒരു ഇടക്കാലം കൊണ്ട് ചാനൽ തുടങ്ങിയ എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാൻ എൻ്റെ ജോലി കളഞ്ഞിപ്പം ഈ ഒരു ചാനലിന് വേണ്ടി നിൽക്കാൻ തുടങ്ങിയ സമയം തൊട്ട് ഈ വാഹനത്തിലോട്ട് നോക്കുന്ന അല്ലെങ്കിൽ ഇതിനെ കെയർ ചെയ്യുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് പലർക്കും അറിയായിരിക്കും, ഞാൻ എൻ്റെ ഈ വാഹനം ഒരിക്കലും ഈ വാഷ് ചെയ്യാൻ വേണ്ടി ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത്, അതായത് മാരുതി പോലും വാഷ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, പുറത്തും വാഷ് ചെയ്യാൻ കൊടുക്കാറില്ലായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ പുറത്തൊക്കെ വാഷ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പുറത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോക്കുന്നില്ല, അവർ നോക്കില്ല. ഈ തുടച്ച തുണിയിട്ട് തന്നെ പിന്നെയും തുടച്ച് വരുമ്പോഴത്തേക്കും ഈ പെയിൻറ്റിൻ്റെ പുറത്ത് വരുന്ന ക്ലിയർ കോട്ടയിൽ ഉറപ്പായിട്ടും സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ കുറേ വർഷം അതില്ലാതിരുന്ന് ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വാഷ് ചെയ്തപ്പോൾ എനിക്കത് ഓരോ സ്ക്രാച്ച് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടേ പോകും, അതാണ് എൻ്റെ വലിയൊരു കുഴപ്പം. അപ്പോൾ അതവിടെ നിർത്തി ഈ ഒരു സൈഡിലെ സൺവൈസർ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാ വാഹനത്തിലും പറയുന്നത് നമുക്കിങ്ങനെ നമ്മുടെ മുഖമൊക്കെ കണ്ട് സെറ്റാക്കാൻ സാധിക്കും. അതൊരു അടിപൊളി ഫീച്ചറാണ്. ഓട്ടോ ഡിമ്മിങ് മിറർ ഇല്ല, മാനുവലായിട്ട് ഡിമ്മിങ് മിറർ മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. എൻ്റെ IDs ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് തിരിക്കും. ഓക്കെ, അങ്ങനെ ബാക്ക് സൈഡിലോട്ട് ഇരിക്കുകയാണ്. ഈ ഒരു സീറ്റ് അത്യാവശ്യം ബാക്കിലോട്ട് ഇറക്കിയായിരുന്നു ഇട്ടിരുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അത്യാവശ്യം തൈ സപ്പോർട്ട്, വലിയ തൈ സപ്പോർട്ടൊന്നും ഞാൻ പറയത്തില്ല, എന്നാലും നോർമലായിട്ടൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. സംഗതി അടിപൊളിയാണ്. വലിയ ഒരു ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിലും ഇവിടെ 2 പേർക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ സാധിക്കും. മൂന്നാമതൊരാളും കൂടെ വന്നാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം 3 പേർക്കല്ല ഇത്, ശരിക്കും 2 പേർക്ക് സുഖമായിട്ട് ചങ്കം പിരിച്ചിരിക്കാൻ പറ്റും. മൂന്നാമതൊരാൾ ഇരുന്ന് ജസ്റ്റ് ഒരു ഓക്കെ ഫീല് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ 60/40 ഉള്ളതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഈ സീറ്റ് മറിച്ചിട്ട് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഇനി ട്രാവലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല രസം. ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ തുണിയോ വല്ലതൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബെഡ് പോലെയൊക്കെ ആക്കി സെറ്റാക്കി
നല്ല കിടുവായിരിക്കും. എൻ്റെ ചില വീഡിയോസിലൊക്കെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസിലും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് പഴയ വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഏതായാലും ഓവറോൾ നല്ലൊരു വാഹനമാണ്. സെലീറിയോ എടുക്കാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ പുതിയ മോഡലല്ല ഞാൻ പറഞ്ഞു, പുതിയ മോഡലിന് കുഴപ്പമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പുതിയ മോഡൽ ഡ്യുവൽ ജെറ്റ് ആയപ്പോഴേക്കും തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതൽ നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. ഇതൊരു 1 ലിറ്റർ വരുന്ന എൻജിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഏതായാലും അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു എൻജിൻ റൂമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ പറ്റുന്ന പോലെ വാഷ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് വാഷ് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു ഇടക്കാലം കൊണ്ട്. ഇപ്പം ഞാൻ പിന്നെ നല്ല രീതിക്കൊക്കെ വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എൻജിൻ റൂം തുറക്കുമ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നല്ല നീറ്റായി വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ആമ്പിൻ്റെ ഫ്യൂസാണ് പോകുന്നത്. ഇതിങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു പരീക്ഷണം നടത്താൻ വേണ്ടി ഊരി ഇട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സാധനം വരുന്നുണ്ട്. അതായത് പലരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, ആമ്പ് നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി വേറെ ഓപ്ഷനില്ല, വയർ ഊരി വിടുക എന്നല്ലാതെ. എന്നാൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കിഡിലിന് ഐറ്റമായിട്ട് ഞാൻ വരുന്നുണ്ട്. വീഡിയോസ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ, അതിൻ്റെ ഒരു പുതിയൊരു ഐറ്റം കൂടി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം എന്ന് പറയുന്ന ഒരു 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ് നമുക്കിവിടെ കിട്ടുന്നത്. 67 bhp പവറും 90 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവറും ടോർക്കും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ ഗുമ്മ പറയില്ല, എന്നാലും നോർമൽ അത്യാവശ്യം ഓടിക്കാനുള്ള പവറൊക്കെ കിട്ടുന്നുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷനാണ്. എനിക്ക് കിട്ടുന്ന ഫ്യൂവൽ എഫിഷ്യൻസി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 21, 22 വരെ എനിക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ട്. ടൗൺ ഏരിയാസിലൊക്കെ ഉള്ള ഡ്രൈവിൽ ഒരു 14 to 15 അങ്ങേയറ്റം, അതിന് മേലോട്ട് നോക്കണ്ട. അല്ലാതെ നമ്മൾ ഈ ഹൈവേസ് അല്ലാതെ നോർമലായിട്ട് കുറച്ച് ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ തന്നെ ഒരു 18 ആ റേഞ്ച് കിട്ടും. നല്ല ലോങ് ഇപ്പം ബാംഗ്ലൂർ വെച്ച് ഞാനിപ്പോൾ നല്ല ലോങ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഞാൻ ഏറ്റവും ലോങ് പോയിട്ടുള്ള എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂരൊക്കെ പോയ സമയത്ത് 21 വരെ, അതും സ്പീഡ് റേഞ്ച് നോക്കാനാണെങ്കിൽ ഒരു 100, 110 ആ ഒരു റേഞ്ച് തന്നെയാണ് ഫുള്ള് പോയിരിക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവറോൾ കിടു. സസ്പെൻഷൻ സൈഡും കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഒരു ഓക്കെ ഫീൽ, അതായത് ഭയങ്കര ഗുമ്മ പറയത്തില്ല, എന്നാൽ തീരെ മോശമൊന്നും പറയത്തില്ല. ഒരു മിഡ് റേഞ്ച് നിൽക്കുന്ന സസ്പെൻഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയാണെന്ന് പറയാൻ സാധിക്കും. ഏതായാലും ഈ ഒരു വാഹനം സെക്കൻഡ് എടുക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ സാധിക്കും, ഞാൻ റെക്കമെൻഡ് ചെയ്യും. പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണോ, വാഹനത്തിൻ്റെ കണ്ടീഷൻസും എല്ലാം നോക്കി മാത്രമേ എടുക്കാവുള്ളൂ. അല്ലാതെ ജസ്റ്റ് രാകേഷ് പറഞ്ഞു ഈ വാഹനം കൊള്ളാം ഓടിച്ചെന്ന് എടുക്കാൻ വേണ്ടി നിൽക്കരുത്, പണി കിട്ടുന്ന വഴി അറിയില്ല. കാരണം സർവീസ് പ്രോപ്പറാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല 64,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചെയ്തതിൽ ഒരു മേജർ സർവീസ് ഈ കഴിഞ്ഞ ദിവസം ചെയ്തതുള്ള റേഡിയേറ്റർ ഫാനും അടക്കം മാറിയത്. അല്ലാത്ത പക്ഷേ എല്ലാം ചെറിയൊരു എമൗണ്ടിൽ തന്നെ തീരുമായിരുന്നു. കാരണം അത്രയ്ക്ക് പണിയേ ഉള്ളൂ ഈ വാഹനത്തിൽ, വേറെ കൂടുതലൊന്നും വരാനില്ല. കാരണം 10,000 കിലോമീറ്ററിൽ ഓയിൽ ഫിൽറ്റർ, 20,000 കിലോമീറ്ററിൽ എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ് മാറി വിടുക. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ AC ഫിൽറ്റർ കൂടെ മാറിക്കോണേ. 30 എന്ന് പറയുമ്പോൾ ഓയിൽ ഫിൽറ്ററും, 40 എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഫ്ലൂയിഡ്, ഫ്യൂൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ. ഫ്യൂൽ ഫിൽറ്റർ വേണ്ട കേട്ടോ, സോറി അത് മാറിപ്പോയി. ഫ്യൂൽ ഫിൽറ്റർ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. 50 ഓയിൽ ഫിൽറ്ററും, 60 എന്ന് പറയുമ്പോൾ കൂളൻ്റും, ബ്രേക്ക് ഫ്ലൂയിഡും, എഞ്ചിൻ ഓയിലും. ഇത്രയേ ഉള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 ഓയിൽ ഫിൽറ്റർ. 80 വരുമ്പോൾ കുറച്ച് പണിയുണ്ട്, ബെൽറ്റുകളും കൂടെ മാറാറുണ്ട്. അതായത് ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് മാറണം, ഫ്യൂൽ ഫിൽറ്റർ ടാങ്കിനകത്താണ് അത് മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് സൈഡ്. അതായത് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ഫിൽറ്റർ അഥവാ പെട്രോൾ ഫിൽറ്റർ വരുന്ന ഫ്യൂൽ ടാങ്കിനകത്താണ്. പെട്രോൾ ഫിൽറ്റർ മാറണമെന്നുണ്ടെങ്കിൽ ഫ്യൂൽ ടാങ്ക് ഇറക്കി പമ്പ് ഊരിയെടുത്ത് പമ്പിൻ്റെ അടിയിലായിട്ടാണ് ഫിൽറ്റർ വരുന്നത്. അത് മാത്രം ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാനുള്ളൂ. ബാക്കി ഓവറോൾ ഓക്കെ തന്നെയാണ് കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യാണ്. എനിക്ക് പറയുമ്പോൾ ചിരിയും കൂടെ വരുന്നുണ്ട്, കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതാണ്. ഡ്രൈവ് കംഫോർട്ടിൻ്റെ കാര്യം ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതായിരിക്കത്തില്ല. പിന്നെ സൗണ്ടുകൾ വരുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ വാഹനത്തിൻ്റെ തേയ്മാനം കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് അതിൻ്റെ സസ്പെൻഷൻ പാർട്സിനും കാര്യങ്ങളൊക്കെ സൗണ്ട് വരുന്നതിനനുസരിച്ച് അത് മാറി വിട്ട് കഴിഞ്ഞാൽ അത് അവിടം കൊണ്ട് തീരും. ഇപ്പോൾ ഒരു ഭാഗത്ത് പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കൊരു സപ്പോസ് ഒരു സ്റ്റിയറിങ്ങിൻ്റെ ടൈറോഡ് എൻഡിന് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊരു ബോൾ ജോയിൻറ്റ് വരുന്നുണ്ട്. ഈ ബോൾ ജോയിൻറ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് കിടന്ന് അനങ്ങി ബാക്കിയുള്ള പാർട്സിനും കൂടെ കംപ്ലയിൻ്റ് ഉണ്ടാക്കും. അതേ സ്ഥാനത്ത് നമുക്കിതിന് കംപ്ലയിൻറ്റ് വന്ന് നമ്മളത് കൃത്യമായിട്ട് മാറി വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, വേറെ കംപ്ലയിൻസും വരത്തില്ല. അത് നമുക്ക് പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല, അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയല്ലേ. പക്ഷേ അതൊക്കെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും, നമ്മുടെ സ്ഥിരം റോഡാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചതാണ്, ഇതൊന്നും ഇല്ലെങ്കിലും വാഹനം ഓടും. അതിൽ ഇപ്പം നമുക്കങ്ങനെ പറയാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പം എൻ്റെ ഒരു സാധനം ഇല്ലെന്ന് വെച്ച് വേറെ ആളുടെ ഉണ്ടാകുമ്പോൾ ഞാൻ പറയുന്നത് തന്നെ ഇതൊന്നും ഇല്ലെങ്കിലും വണ്ടി ഓടും. ഇത് നമ്മുടെ
ഉള്ളിലെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ പറയുന്നതാണ്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. ഫീച്ചേഴ്സ് കൂടുന്ന നല്ലതാണ്, പക്ഷേ ഫീച്ചേഴ്സ് കൂടുന്ന സമയത്ത് ഇതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നാൽ കുഴപ്പമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഫീച്ചേഴ്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ABS ഇല്ല. ABS ഇല്ലാത്തതിൻ്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല സഡനായിട്ടൊക്കെ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തോ നല്ല ഇതുപോലത്തെയൊക്കെ റോഡാണ്, നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്ന പോലത്തെ റോഡ്, ഞാനൊന്ന് ബ്രേക്ക് ഔട്ട് ആണേ, കണ്ടോ ഇപ്പോൾ ഈ വാഹനം ഒന്ന് പാളിപ്പോയത് കണ്ടല്ലോ. ഇതെങ്ങനെ പാളുന്നു? സംഭവം വേറൊന്നുമല്ല, ബ്രേക്ക് ചവിട്ടുമ്പോൾ സഡനായിട്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ടയേഴ്സ് ലോക്കായി പോകും. ഈ ലോക്കായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ABS വരുന്നത്. അപ്പം ഓരോ ഗുണങ്ങൾ അല്ലെങ്കിൽ ഓരോ മാനുഫാക്ചേഴ്സും ഓരോ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത് വെറുതെ തമാശയ്ക്കോ അല്ലെങ്കിൽ അതില്ലേലും വാഹനം ഓടും എന്നും പറയാനിലല്ല കാര്യം ഇരിക്കുന്നത്. ഓരോ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങൾ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ എനിക്കറിയണം. കാരണം എൻ്റെ ഈ ഒരു കരിയറിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തന്നെ ഈ സെലീറിയോയിൽ നിന്ന് തന്നെയാണ് ഞാൻ കൂടുതലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഈ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കമ്പനിയിലാണെങ്കിൽ ഓരോ കംപ്ലയിൻറ്റ്സ് കാണുന്നതും ഇതിൽ ഓരോ പരീക്ഷണങ്ങൾ നടത്തി ഞാൻ ചെയ്യുന്ന വീഡിയോസും പലരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ആ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഒരു സന്തോഷം. കാരണം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? നെഗറ്റീവോ പോസിറ്റീവോ രണ്ടും നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസ് ഒന്ന് ഇടുക, ഒരു സന്തോഷമാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാപ്പി ബർത്ത്ഡേ ടു മൈ സെലിരി.